വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനി ഞങ്ങൾ ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കുന്നത് ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ 2019 അതേ വീഴ്ച 2023 സംഭവിച്ചിട്ടുണ്ടെന്നാണ് SITയുടെ കണ്ടുപിടുത്തം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദമായി തന്നെ വ്യക്തമാക്കുന്നത്. കേസെടുക്കുന്ന കാര്യത്തിൽ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് SIT പറയുന്നത്. വിവരങ്ങളുമായി രാജീവ് തത്സമയം ചേരുന്നുണ്ട്. രാജീവ്, ഇത് കൃത്യമായി തന്നെ നമുക്ക് മാത്രം ലഭിച്ചൊരു വിവരമാണ്. അതാണ് നമ്മളിപ്പോൾ ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന് രാജീവ് തന്നെ പറയും. ഷാമ്, വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SIT ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2019 ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണോ സംഭവിച്ചിരിക്കുന്നത്, ആ വീഴ്ചകൾ തന്നെ 2023 ചുമതലയേറ്റ ഭരണസമിതിക്കും, അതായത് PS പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതിക്കും, PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതിക്കും സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമായും SIT ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2019 ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അഴിക്കുള്ളിലേക്ക് പോയത്. പ്രധാനമായും 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും കൊടുത്തുവിട്ടതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു പ്രധാനമായും SIT കണ്ടെത്തിയത്. മാത്രമല്ല, സ്വർണം കവർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴും അത് തടയാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസിനും കൂട്ടുനിന്നു എന്നും SIT കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. അതേ വീഴ്ച തന്നെ 2023 ഭരണസമിതിക്കും സംഭവിച്ചിരിക്കുന്നു. 2024 സ്മാർട്ട് ക്രിയേഷൻസ് വീണ്ടും ഈ സ്വർണ്ണപ്പാളികളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകുന്നത്. ദേവസ്വം ബോർഡിന് കത്ത് നൽകിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടുന്നു. യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഈ ഘട്ടത്തിൽ പോലും നടത്തിയിരുന്നില്ല. നേരത്തെ തന്നെ ചില ദുരൂഹമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം ബോർഡ് പരിശോധന നടത്തിയില്ല. മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികളിലെ തിളക്കം നഷ്ടപ്പെടുന്നു എന്ന് ആ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷണം നടത്തിയില്ല. അതായത് നേരത്തെ വിജയമല്യ സ്വർണം പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളികളിൽ എങ്ങനെയാണ് തിളക്കം നഷ്ടപ്പെട്ടത്, വീണ്ടും ഈ 2019 സ്വർണം പൂശിയ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ പോലും പരിശോധന നടത്താതെയാണ് വീണ്ടും 2025 ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്നത്. മാത്രമല്ല, ചില പൂജാരിമാർ ഉൾപ്പെടെ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ സ്വർണ്ണത്തിന് തിളക്കം നഷ്ടപ്പെടുന്നുണ്ട്, സ്വർണം വെളുത്തു വരുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും ദേവസ്വം ബോർഡ് പോകുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ഹൈക്കോടതിയും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ദുരൂഹമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ, നേരത്തെ തന്നെ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ശബരിമലയിൽ ഒന്നും ചെയ്യരുതെന്ന ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണ്ടും ചെന്നൈയിലേക്ക് 2025 ഈ തട്ടിപ്പെല്ലാം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്. ഹൈക്കോടതി അറിയിക്കുന്നില്ല. പിന്നീട് ഇത് വിവാദമായതോടെ ഹൈക്കോടതിയിൽ മാപ്പപേക്ഷയുമായി എത്തുകയായിരുന്നു ഭരണസമിതി ചെയ്തത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇതിനെ തുടർന്ന് SIT രൂപീകരിക്കുന്നു. 2019 കട്ടിളപ്പാടികളും അതിനുശേഷം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് SIT പോകുന്നു. 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒന്ന് A പത്മകുമാറാണ്, മറ്റൊന്ന് N വാസുവാണ്. ഈ രീതിയിൽ 2 പേർ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും 2025 സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോയിരുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുൻ ഇടത് സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദമായിരുന്നു. കാരണം 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അഴിക്കുള്ളിലായത് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് 2025 കൂടി അന്വേഷണം വേണ്ടിവരുമെന്ന SIT നിലപാടെടുക്കുന്നത്. ഇതിനെ എതിർത്തുകൊണ്ട് സർക്കാർ രംഗത്ത് വരികയായിരുന്നു. ഈ ഒരു സമ്മർദ്ദം കാരണം അപ്പോൾ അന്വേഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏതായാലും SIT റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. 2019 അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം 2019 അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയുള്ളത് 2025 ആണ്. 2019 ഭരണസമിതി എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം 2025 നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനി കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രത്യേകമായി കേസ് രജിസ്റ്റർ ചെയ്യണോ അല്ലെങ്കിൽ നേരത്തെയുള്ള FIR
ഒപ്പം ചേർത്ത് അന്വേഷണം നടത്തണോ? ഏതായാലും ഇപ്പോൾ PS പ്രശാന്തിന് അന്വേഷണ സംഘം നോട്ടീസ് ഒരു നിമിഷം രാജീവ്, ഒറ്റ നിമിഷം ദയവായി തുടരുക. ഞാനൊന്ന് വേഗം ഹൈക്കോടതി പോയിട്ട് തിരിച്ചെത്താം. രേഷ്മ ബാബു ഉണ്ട് ഹൈക്കോടതിയിലെ അപ്ഡേറ്റ്സുമായി. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ രാജീവ് മുന്നോട്ട് വെച്ചത്. 2019 എന്താണോ നടന്നത്, സമാനമായൊരു കാട്ടുകൊള്ള തന്നെയാണ് 2023 നടന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ തുടർന്ന് ശബരീശന്റെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ഈ അധികാരം ഉപയോഗിച്ചുള്ള സംഘടിത കൊള്ള, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനി എല്ലാ പ്രതീക്ഷകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെയാണ്. അതെ ശ്യാം, അതായത് 2019 സംഭവിച്ച ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധ്യതകളും തന്നെയാണ് 2023 സംഭവിച്ചതെന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. 2025 ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോയ ഘട്ടത്തിൽ അത് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ജനം TV അടക്കം വാർത്തയാക്കിയ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിലേക്ക് കോടതിയുടെ അടക്കം ശ്രദ്ധ വരികയും SIT സംഘത്തിലേക്ക് ഈ അന്വേഷണം പോവുകയും ചെയ്തത്. അതിനുശേഷം ആണ് ഈ ഒരു കൊള്ളയുടെ വ്യാപ്തി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായത്. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ SIT സംഘം പറഞ്ഞിരുന്നത് ഈ 2019 മുതൽ ഈ ഒരു സ്വർണം കവർച്ച ഉണ്ടായ ഘട്ടത്തിൽ അതിന്റെ എത്ര കിലോഗ്രാം സ്വർണമാണ് കവർന്നെടുത്തത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം അതിന്റെ കൃത്യമായിട്ടുള്ള തൂക്കം വ്യക്തമാകൂ എന്നായിരുന്നു. ഒരു ഏകദേശം തൂക്കവും ഏകദേശം ധാരണയൊക്കെ തന്നെ അന്ന് തന്നെ ഹൈക്കോടതിയിലെ വിവിധ റിപ്പോർട്ടുകളിലൂടെ SIT സംഘം നൽകുകയും അത് ഹൈക്കോടതി അക്കാര്യത്തിൽ ചില തീരുമാനങ്ങളിലേക്കും ചില നിർദ്ദേശങ്ങളിലേക്കും കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 2025 ഏറ്റവും ഒടുവിലായിട്ട് ഈ ഒരു ദ്വാരപാലക സ്വർണ്ണപ്പാളി കടത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരായിരുന്നു ആരോപണ വിധേയര്. പ്രശാന്തിനെ ഉൾപ്പെടെ പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഈ ഘട്ടത്തിലെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു SIT സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണമെങ്കിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വരണം. ഒരു നിമിഷം, ഇതിനകത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് രാജീവിലേക്ക് പോകാം. ഇപ്പോൾ ശ്രീമതി KP ശശികല ടീച്ചർ തത്സമയം നമുക്കൊപ്പം പ്രതികരിക്കാൻ. ടീച്ചർ, ചില സംശയങ്ങൾ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. 2019 അതേ കാട്ടുകൊള്ള സമാനമായ സാഹചര്യം 2023 പക്ഷേ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് അത് എത്രത്തോളം വലിയ ആശങ്കയുണ്ടെന്നതാണ് ആദ്യത്തെ സംശയം. മറ്റൊന്ന്, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരുപക്ഷെ പ്രതിപട്ടിക വിപുലീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തേക്കും എന്ന വളരെ നിർണായകമായ ചില പ്രതീക്ഷകളും വരുന്നുണ്ട്. എത്രത്തോളം നിർണായകമാണ് ഈ ഒരു അവസരത്തിൽ സാഹചര്യങ്ങൾ? നമുക്ക് ഏതിലൊക്കെയാണ് ഇപ്പൊ ആശങ്ക നിലനിൽക്കുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. മുതൽ പോയി എന്നതിൽ മാത്രമേ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഭക്തർക്ക് മനസ്സിലാകുന്ന വിഷയം അത് മാത്രമേ ഉള്ളൂ. 2018 23 ഒരേ കാര്യങ്ങൾ നടന്നു. ഇത്രയും കാലം ഇത്രയും മിടുക്കരായ പോലീസ് ഓഫീസേഴ്സിനെ വെച്ചുണ്ടാക്കിയ SIT ഈ കണ്ട കാലമെടുത്തു അതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ബാക്കി കണ്ടുപിടിക്കാൻ എത്ര നാളെടുത്തു? ഈ 18 23 ഒരേപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആസൂത്രിതമാണ് നമുക്കറിയാം. കാരണം ഈ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ചെയ്തല്ല, അതൊരു അബദ്ധത്തിൽ പറ്റിയതോ മറ്റെന്തെങ്കിലും അല്ല, കൊള്ളയടിക്കാൻ വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള വളരെ ആസൂത്രണത്തോടു കൂടി നടത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോ ആര് കൊണ്ടുപോയി, എന്ത് കൊണ്ടുപോയി, എങ്ങോട്ട് കൊണ്ടുപോയി, എത്ര കൊണ്ടുപോയി എന്ന സാധാരണ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരവില്ല എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതിനുമപ്പുറം ഒരേ കാര്യം 2 പ്രാവശ്യം നടന്നു എന്നത് കണ്ടുപിടിക്കാൻ പോലും ഇത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും സത്യത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമോ അത്ഭുതമോ കൂടിയല്ലാതെ ഇവിടുത്തെ അന്വേഷണത്തിന്റെ മികവ് കൊണ്ട് ഇത് ഒരിക്കലും സത്യത്തിൽ എത്തില്ല എന്നുള്ള ഒരു ആശങ്കയോ ഒരു നിരാശയോ ഒക്കെയാണ് ഭക്തജനങ്ങളെ ഇപ്പൊ ബാധിക്കും. ടീച്ചറെ, ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ പ്രതിപക്ഷത്തിരുന്ന് അപ്പൊ പാട്ടൊക്കെ ഇറക്കി എന്തോ വലിയ ആത്മാർത്ഥത കാണിക്കും എന്നൊക്കെ പറഞ്ഞ് കൊട്ടിക്കൊഴിച്ച ആളുകളുണ്ടല്ലോ ടീച്ചറെ, അവരാ ഇപ്പൊ ഭരിക്കുന്നത്. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇത്രയും ഗുരുതരമായ കാര്യം ഞങ്ങളുടെ രാജീവ് ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോ എത്രത്തോളം വലിയ ഗുരുതരമായ സാഹചര്യമാണ്. ഹലോ ടീച്ചറെ പറയൂ. അവര് പാട്ട് പാടിയത് സന്തോഷം കൊണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് വെക്കാൻ അധികാര കൈമാറ്റത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ ഒരു വിഷയം കിട്ടിയല്ലോ എന്ന സന്തോഷത്തിന്റെ പാട്ടായിരുന്നു. അധികാരത്തിൽ കയറിയിട്ട് ഒപ്പിട്ട മഷി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറി ഒപ്പിട്ട മഷി ഉണങ്ങുന്നതിന് മുൻപ് അവര് ചെയ്തത് പ്രതിയുടെ വക്കീലിനെ കൊണ്ടുപോയി ഗവൺമെന്റ് ലീഡർ ആക്കില്ലേ ചെയ്തത്.
അപ്പോ രണ്ടു കൂട്ടരുടെയും കളി ഒന്നാണ് എന്ന് രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് ഈ കൊള്ളകളൊക്കെ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ അതാത് സമയത്ത് തന്നെ പുറത്തു വരികയും മുന്നോട്ട് വരികയൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഇവിടെ വളരെ ആസൂത്രിതമായി കേരളത്തിന്റെ സമ്പത്ത്, അത് ദേവസ്വം അടക്കം എല്ലാ മേഖലകളിലെയും കേരളത്തിന്റെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകാൻ ഇടതും വലതും ഒന്നാണ്. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എ ടീമും ബി ടീമും മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് മാറ്റം വരാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു തീരുമാനം. നീതി എത്ര അകലെയാണ് ടീച്ചറെ? എത്ര അകലെയാണ് നീതി? എത്ര പെട്ടെന്ന് കേരളം മാറുന്നുവോ അതുവരെയാണ് അകലെ. കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനം ഏതുവരെ മാറുന്നു എന്നാണോ മാറുന്നത്, അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നീതിയും നമുക്ക് മുന്നോട്ട് തന്നെ പോകും. അതല്ല, കേരളത്തിലെ ജനങ്ങൾക്ക്, ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന ഭരണകൂടത്തിൽ ലഭിക്കുമെന്നാണല്ലോ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ മനസ്സിന് മാറ്റം വന്ന് ഇവിടെയുള്ള ഈ നാടക കളിക്ക് കൂട്ടുനിൽക്കാതെ അവർക്ക് സത്യസന്ധമായി വോട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സാധിക്കുന്ന ഒരു നാൾ വന്നാൽ ഇവിടുത്തെ ജനാധിപത്യവും രക്ഷപ്പെടും, ഇവിടുത്തെ മുതലുകളും രക്ഷപ്പെടും, ഇവിടുത്തെ സാധാരണക്കാരും നീതിയിരിക്കും. യെസ്, വളരെ നന്ദി ടീച്ചറെ ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്. വീണ്ടും ആർ രാജീവിലേക്ക് പോവുകയാണ്. രാജീവേ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തൊണ്ടി മുതലില്ലാത്ത ഒരു കേസ് ആയതിനാൽ സ്വാഭാവികമായും ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് കോടതിയെ തീരുമാനത്തെ സ്വാധീനിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രഭാമണ്ഡലത്തിലെയും കട്ടളപ്പാളിയിലെയും ദ്വാരപാലകരിലും എത്ര അളവിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നും വർഷങ്ങൾക്ക് ശേഷം അത് എത്ര അളവിലേക്ക് ചുരുങ്ങി എന്നുമുള്ള ശാസ്ത്രീയ പരിശോധന ഫലമാവും ഇവിടെ നിർണായകമാകുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജീവ് തന്നെയാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. PS പ്രശാന്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അതായത് നേരത്തെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ഈ ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് നടത്തി അതിൽ നിർണായകമായ ഒരു പങ്ക് PS പ്രശാന്തിനുണ്ട് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ജനം TV ആണ്. സ്വാഭാവികമായിട്ട് ഇനി പ്രതിപട്ടിക വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട്. ശ്യാം, തീർച്ചയായും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് 2019 നടന്ന വീഴ്ച അതേ രീതിയിൽ 2023 ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും PS പ്രശാന്ത് കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകും. നേരത്തെ തന്നെ ഇക്കാര്യം ജനം TV തുറന്നു പറഞ്ഞതാണ്. 2019 വലിയ രീതിയിലുള്ള സ്വർണ്ണക്കവർച്ച നടന്നെങ്കിൽ അതേ രീതിയിൽ 2024 മുതൽ 2024, 2025 വർഷങ്ങളിലായാണ് വീണ്ടും ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. അതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വീഴ്ചകളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരിശോധനകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ക്ഷേത്ര പൂജാരികൾ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഈ സ്വർണ്ണപ്പാളികൾ തിളക്കം നഷ്ടപ്പെടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന വേണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നതാണ്. മാത്രമല്ല, ഈ SITക്ക് മുന്നിലും ചില ക്ഷേത്രം ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ നൽകിയിരുന്നു. ഏതായാലും ഇതൊന്നും പരിശോധിക്കാതെയാണ് വീണ്ടും 2023 അധികാരമേറ്റ ഭരണസമിതി 2024 സ്മാർട്ട് ക്രിയേഷൻസിന്റെ കത്ത് പരിഗണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ ഈ തൊണ്ടി മുതൽ കണ്ടെത്താനാകാത്തത് ഈ കേസിൽ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളൊക്കെ SITക്ക് മുന്നിലുണ്ട്. ആ റിസൾട്ടുകൾ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ SITക്ക് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. മാത്രമല്ല, മുരാരി ബാബു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി ഈ കാര്യങ്ങൾക്കെല്ലാം ഇവർക്ക് കൂട്ടുനിന്ന, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ദേവസ്വം ഭരണസമിതിക്കുമൊക്കെ കൂട്ടുനിന്ന മുരാരി ബാബു ഇന്ന് മരിച്ച ഒരു സാഹചര്യമുണ്ട്. അതും കേസിൽ തിരിച്ചടിയാകുമോ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് ഒന്ന് പരിശോധിക്കണം. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട അതിഥികൾ കൂടി നമുക്കൊപ്പം ഈ വാർത്തയോട് പ്രതികരിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ അനിൽ വിളയിൽ തത്സമയം ചേരുന്നു. ശ്രീ അനിൽ വിളയിൽ, ഇതിൽ ഏറ്റവും സ്വാഭാവികമായിട്ടും ഭക്തരൊക്കെ ഉന്നയിക്കുന്ന ഒരു ആശങ്കയുണ്ട്. ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ഒരു കമ്പനി ഈ തട്ടിപ്പിൽ നിർണായകമായി തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തിയ ഒരു അഭിഭാഷകനെ ഈ സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ചാണ് പ്രധാനപ്പെട്ട ഒരു പദവി ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിക്കുന്നത്. പിന്നീട് വിവാദമായപ്പോൾ അത് മാറ്റി. പക്ഷേ ഒരു മണിക്കൂർ ആ പദവിയിൽ ആ മനുഷ്യനുണ്ടായിരുന്നു. നിർണായകമായ രേഖകളോ ഫയലുകളോ ഒക്കെ അദ്ദേഹം കണ്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ സാഹചര്യമുണ്ടോ? ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി വളരെ സ്മാർട്ടായിട്ട് VD സതീശൻ സർക്കാർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറാക്കി നിയമിച്ചത്. സാധാരണഗതിയിൽ നാളിതുവരെ ഈ ഗവൺമെന്റുകൾ സ്പെഷ്യൽ പ്ലീഡർമാരെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകരായിട്ട് വെക്കാറില്ല. ഇതിനകത്ത് പ്രത്യേക താല്പര്യമെടുത്ത് വെച്ചു. ഒരു ദിവസം കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർവ്വരേഖകളും പ്രദീപിന്റെ കൈവശം കിട്ടിക്കാണില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന്മേൽ അന്വേഷണം നടത്തണം. ഹൈക്കോടതി പോലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആർക്കും കൊടുക്കരുത് എന്നും ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിൽ വാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കേസിനകത്ത്
പ്രദീപിന് ഈ രേഖകൾ ലഭിച്ചോ എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറാകണം. ഇല്ല എങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ കേസിനകത്ത് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കള്ളൻ ആരാണെന്ന് ഉള്ള ഒരു മത്സരം നടന്നിട്ടുണ്ട്. അത് പത്മകുമാർ ആണോ അത് പ്രശാന്ത് ആണോ എന്നുള്ളൊരു മത്സരം. അതിനോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി പ്രദീപും ഇതിനകത്ത് കൃത്യമായ കളി നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദീപിന്റെ കയ്യിൽ ഈ രേഖകൾ കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇക്കാര്യം കൂടെ പരിശോധിക്കണം. 1-2 ദിവസം കൊണ്ട് തന്നെ സർവ്വരേഖകളും ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട സർവ്വരേഖകളും കിട്ടിക്കാണും പ്രദീപിന്റെ കയ്യിൽ. അതിന്റെ അന്വേഷണം വേണം. വി ഡി സതീശൻ സർക്കാർ, വി ഡി സതീശൻ എന്ന് പറയുന്ന നന്മ മരമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുക, അല്ലെ നിലപാടുകളുടെ രാജകുമാരനാണ്. ഒരു നിലപാടും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ മന്ത്രിസഭയുടെ 1 മാസം തികയുന്ന ഈ ദിവസം നമുക്ക് മനസ്സിലാക്കുന്നത്. എത്രയോ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ എടുത്ത നിലപാടിലൊന്നും ഊഞ്ഞാലാടുകയല്ല ഞാൻ എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഊഞ്ഞാലാടുകയാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഊഞ്ഞാലാടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുമെന്നുള്ളത് വലതു മുന്നണിയുടെ ഒരു നയമാണ്. വീണ്ടും എല്ലാ ദിവസവും ഇതേപോലുള്ള പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. ശബരിമല കൊള്ള തെളിയത്തില്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് നേടി അതിന്മേല് ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഹിന്ദു സമൂഹത്തിനോട് ഈ വി ഡി സതീശൻ മാപ്പ് പറയണം. കാരണം പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ള പാട്ട് പാടിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് മൊത്തം നേടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ പോറ്റിയുമില്ല, ആരുമില്ല. പാവം പിടിച്ച വിശ്വാസികളും അയ്യപ്പനും മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. യെസ്, തീർച്ചയായും അതാണ് സാഹചര്യം. ശ്രീ അനിൽ വിളയിൽ, വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം തത്സമയം പ്രതികരിച്ചതിന്. രാജീവ്, ഈ കെ ബി പ്രദീപിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക ഇപ്പോൾ ഭക്തസമൂഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ? ശ്യാമ, നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഹൈക്കോടതി ഈ വിഷയങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് SIT പരാമർശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം SITയുടെ അന്വേഷണ പരിധിയിൽ അത്തരം കാര്യങ്ങൾ വരുന്നില്ല. ഏറ്റവും പ്രധാനമായും SIT ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 2019 സ്വർണ്ണ കവർച്ച, അതുമായി ബന്ധപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ തന്നെ 2023 നടന്നിരിക്കുന്നു. 2023 ഭരണസമിതിയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ നിർണായകമാകുന്നത് 2023 ഭരണസമിതിക്കെതിരെയും കൂടി കേസ് വരുന്നു എന്നതാണ്. അതിൽ PS പ്രശാന്ത് പ്രതിസ്ഥാനത്തേക്ക് എത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുവരെ മുൻ ഇടത് സർക്കാർ ഏതൊക്കെ തരത്തിലാണോ PS പ്രശാന്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്, ആ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു. ഹൈക്കോടതി കേസെടുത്ത് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ PS പ്രശാന്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. അങ്ങനെയെങ്കിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കും. PS പ്രശാന്ത് കൂടി ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗം കൂടിയായ അജികുമാർ കൂടി ജയിലിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ നിർണായകമായ നീക്കം SIT നടത്തിയിരിക്കുന്നത്. ഒരു നിമിഷം ഇപ്പോൾ ശ്രീ RV ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഈ തുടക്കം തൊട്ട് ഈ നിമിഷം വരെയുള്ള SITയുടെ അന്വേഷണം അത് നമുക്ക് വിലയിരുത്തുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള കാലതാമസം, ഇപ്പോഴും കുറ്റപത്രം സമർപ്പിക്കുന്നതിലുള്ള വലിയ പ്രശ്നങ്ങൾ. പക്ഷേ SIT ചൂണ്ടിക്കാണിച്ച ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് 2019 കാട്ടുകൊള്ള സമാനമായ സാഹചര്യം തന്നെ 2023 എത്തി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിൽ പോലും ഗുരുതരമായൊരു സാഹചര്യം അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? SIT ഈ വിഷയങ്ങൾ 2019 മുതലുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുന്നു. SITയുടെ ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നമുക്കുണ്ട്. ഇവിടെ പ്രശ്നം ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് സംവിധാനം എന്നുള്ളത് അത് കേരളത്തിലെ ഇപ്പൊ നിലവിലുള്ള ദേവസ്വം ബോർഡ് സംവിധാനം ഈ അഴിമതി നടത്തുന്നവരെ എല്ലാവിധ സഹായവും കിട്ടുന്ന സാഹചര്യം ദേവസ്വം ബോർഡുകളിലുണ്ട്. ഈ അഴിമതി നടത്തുന്നവരെ യഥാർത്ഥത്തിൽ അവര് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയോ അവര് ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ എക്കാലത്തേക്കും അത്തരം സ്ഥാനങ്ങളിൽ അവർ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന സംവിധാനമില്ല. പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ ഈ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് ഒക്കെ വീണ്ടും പഴയ ലാവണങ്ങളിൽ തന്നെ വരികയും അവർക്ക് വീണ്ടും ഈ അഴിമതി നടത്താനുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇപ്പൊ എന്തെങ്കിലും കണ്ടെത്തി അല്ലെങ്കിൽ
ഈ പറയുന്ന രീതിയിലുള്ള അഴിമതിയെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ നമ്മളോട് പറയുന്നു, പുറത്തു പറയുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതെങ്ങനെ ആവർത്തിക്കാതിരിക്കാം? ഈ അഴിമതി നടത്തിയവരെങ്ങനെ ശിക്ഷിക്കപ്പെടാം? ഈ നഷ്ടപ്പെട്ടത് എങ്ങനെ ദേവസ്വത്തിന് തിരിച്ചു പിടിക്കാം? ഇത്തരം കാര്യങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും SITക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഒരു കൃത്യമായ ഉത്തരം തരാൻ സാധിക്കുന്നുണ്ടോ? ഭക്തജനങ്ങൾ അവര് വളരെ ആത്മാർത്ഥമായിട്ട് അവര് ഭക്തിയോടെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ അത് ദേവസ്വം ബോർഡിൽ എക്കാലവും സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് ഭക്തജനങ്ങൾക്ക് ഇപ്പൊ ഉണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് ഭക്തജനങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോൾ അവർ എന്തിനാണ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ അവരുടേതായിട്ടുള്ള കാണിക്ക, അവരുടേതായിട്ടുള്ള സമ്പത്ത് ദേവസ്വം ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ഭക്തജനങ്ങൾക്ക് ഉണ്ടായാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും സർക്കാർ തലത്തിലോ ദേവസ്വം ബോർഡ് തലത്തിലോ ഗൗരവമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകളെ, ഭക്തജന സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഓരോ ക്ഷേത്രത്തിന്റെയും കണക്കുകൾ, അതേപോലെ അതിന്റെ വരവ് ചെലവ് സംവിധാനങ്ങൾ, അതിന്റെ ആസ്തി രജിസ്റ്ററുകൾ ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അതാത് സമയങ്ങളിൽ അതിനെ വീണ്ടും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്ന കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഈ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറെ ഗിമ്മിക്കുകളാണ് എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിരുന്നിട്ട് പോലും അതിൽ ദ്രുതഗതിയിലുള്ള ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അയ്യപ്പ വിശ്വാസികൾ, ഹൈന്ദവ സമൂഹം, നമ്മൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു ആത്മാർത്ഥത ഗുരുവായൂരിൽ എല്ലാ മലയാള മാസവും 1-ാം തീയതിയും കുളിച്ചു തൊഴാൻ മത്സരിച്ചു പോവുകയും അത് ഫോട്ടോ എടുത്ത് റീലെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മന്ത്രിമാർക്കില്ലാതെയാകുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.